ബിഗ് ബോസ് ജാസ്മിൻ ജാഫർ നമ്മുടെ ജാസ്മിൻ ജാഫറിന്റെ പുതിയ ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. ജാസ്മിൻ ജാഫർ ആ ഇന്റർവ്യൂ പറയുന്നത് ബിഗ് ബോസിന്റെ ഈ വട്ടത്തെ ഇര അല്ലെങ്കിൽ ഈ വട്ടത്തെ ബിഗ് ബോസ് സീസണിൽ ഇരയാക്കപ്പെട്ട അല്ലെങ്കിൽ ബോധപൂർവം ഇരയാക്കപ്പെടേണ്ട വന്ന ആള് ജാസ്മിൻ ആണെന്നാണ്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക, എന്നിട്ട് ഞാൻ പറയാം അതിന്റെ ബാക്കി കഥകൾ. നമ്മൾ എങ്ങനെയാണോ പിക്ചർ ചെയ്യുന്നത് അതേ നമുക്ക് പുറത്ത് കിട്ടുള്ളൂ. ഇപ്പം ഈ ലോകത്ത് ആദ്യമായിട്ട് നഖം കടിച്ചിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ വാഷ്റൂമിൽ ചെരുപ്പില്ലാതെ കയറിയിട്ടുള്ള ഒരാളോ ഒന്നും അല്ല ഞാൻ. എത്രയോ പേരാണ് ഇപ്പം ഞാൻ അതിനകത്ത് എനിക്കൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. അതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അയ്യോ അത് ചെയ്താൽ പാപോലെ ഇത്. ഞാൻ ചോദിക്കുകയാണ്, ഇത് ബിഗ് ബോസ് ഹൗസ് ആയതുകൊണ്ടാണ് ഈ പ്രശ്നം പറയുന്നത്. ബിഗ് ബോസ് എന്നുള്ള വീടുള്ളതുകൊണ്ടാണ് ഒരാണ് പെണ്ണിനെ തൊട്ടാൽ അങ്ങ് എന്തോ മഹാപാപം എന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ, വേറെ എന്തെങ്കിലും ഇന്നത് ഒരു സാധനം ഞാൻ കണ്ടതാണ്. ഞാൻ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഭയങ്കര മോശമായിട്ടാണ് എടുത്ത് കാണിച്ചിരിക്കുന്നത്. അത്രയും വൃത്തിയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. എനിക്കറിയില്ല അത് എപ്പിസോഡിൽ വന്ന സാധനമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ. ഞാൻ തിരക്കാൻ നിന്നിട്ടില്ല. ഇതിനു മുൻപ് ഞാൻ എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പാണ് ഞാൻ ആ ഡ്രസ്സിംഗ് റൂമിൽ കയറി പോയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 3/4 മണിക്കൂറോ 1 മണിക്കൂറെങ്കിലും ആയി കാണും. എന്തിനാണ് ഡ്രസ്സിംഗ് റൂമിൽ പോയെന്ന് പറഞ്ഞാൽ ഞാൻ ഉറങ്ങാൻ പോയതാ. പട്ടി കുരയ്ക്കും എന്നുള്ള സീനുള്ളതുകൊണ്ട് നമുക്ക് പബ്ലിക് ആയിട്ട് ഇറങ്ങാൻ പറ്റില്ല. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് അവിടെ ഒരു കസേരയുണ്ട്. ആ കസേര ഞാൻ കൈ വെച്ച് തറയിലിരുന്നാണ് ഞാൻ ഉറങ്ങുന്നത്. അപ്പൊ ഇവനായിട്ട് എന്തോ അടി ഉണ്ടാക്കിയിട്ട് എന്തോ ക്ലാഷ് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഇതിനകത്ത് കയറി പോകുന്നത്. അവനായിട്ട് വേറെ ആരും കേട്ടോ. അപ്പൊ ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഇവൻ അവിടെ വന്നിരിക്കുന്നു, ആ സൈഡിൽ വന്നിരിക്കുന്നു. ഇവൻ പറയുന്നു എണ്ണിച്ച് വാങ്ങാൻ ഇങ്ങനെ പറയുന്നു. അപ്പോഴത്തേക്കും ഞാൻ മൈക്ക് ഇട്ടിട്ടുണ്ട്, എന്റെ കഴുത്തിൽ അപ്പോഴും മൈക്ക് കിടപ്പുണ്ട്. അപ്പോഴത്തേക്ക് ബിഗ് ബോസ് അവിടെ നിന്ന് പറയുന്നുണ്ട് ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് സംസാരിക്കാൻ പറ്റില്ലെന്ന്. അപ്പൊ ഞാൻ ഇവന്റെ കൈ പിടിച്ച് ഞാൻ താഴെ നിന്നാണ് പൊങ്ങി എണ്ണിച്ചിരുന്നത്. ക്ലിയർ ആയിട്ട് നോക്കിയാൽ മേ ബി മനസ്സിലാവുമായിരിക്കും. അത് ഇനിയിപ്പോ എനിക്കറിയാവുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നതാണോ. അപ്പൊ ഞാൻ എണ്ണിച്ച് വരികയാണ്. ഈ എണ്ണിച്ച് വരുന്നതിനെ ഞാൻ അതിനകത്ത് തുണി അഴിക്കുന്നു അല്ലെങ്കിൽ അതവന് കാണിച്ചു കൊടുക്കുന്നു. ഒരു മര്യാദ ഇല്ലാന്നാണ് പറയുന്നത്. ഒരു മര്യാദ ഇല്ലാതെ ഇത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ തന്നെ ബിഗ് ബോസ് ഞങ്ങൾ അവിടെ വെച്ച് വാഴിക്കുമോ? നമ്മൾ അങ്ങനെ ലാലേട്ടൻ എപ്പിസോഡിൽ അത് പറയാതിരിക്കുമോ? ഇതൊക്കെ ചെയ്യില്ലേ. പക്ഷെ ഇവരെന്താന്ന് വെച്ചാല് അതൊരു ക്ലിപ്പ് ബൈറ്റ് ആയിട്ട് ലാലേട്ടന്റെ എപ്പിസോഡിൽ ഇവര് എന്താ പറയുക മൈക്ക് ഇടുന്നില്ല എന്ന് പറയുന്ന സെക്ഷനിനകത്ത് ഇവര് ഇൻക്ലൂഡ് ചെയ്തു. അതവിടെ ചർച്ചയാവാൻ വേണ്ടിയിട്ടാണ് അവർ അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. വേറൊന്നും പറഞ്ഞില്ല അവിടെ അതിനകത്ത് പറയുന്നത് മൈക്ക് ഇടുന്നില്ല എന്നുള്ള ഇതിനകത്താണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചു നോക്കോ, ഞാൻ അതിനകത്ത് ഇറങ്ങി വരുമ്പോൾ എന്റെ കഴുത്തിൽ മൈക്കുണ്ട്. പക്ഷെ അവർക്ക് അത് സാധനം എവിടെയെങ്കിലും കുത്തിക്കയറ്റണം എന്നുള്ളത് അവരുടെ ആവശ്യവുമാണ്. പിന്നെ ഈ ഫുൾ കാര്യം അറിയാതെ ഏതെങ്കിലും ഒരു ചെറിയ റീലോ എന്തെങ്കിലും അതിനകത്തൊരു വൃത്തിയായിട്ടൊരു BGM കൂടെ കുത്തിക്കയറ്റിയ സംഭവം കത്തുമല്ലോ. ഇതിനകത്തൊക്കെ എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ഈ വട്ടത്തെ ബിഗ് ബോസ് നോക്കി, ഇവിടെ പലരും പറഞ്ഞു ജാസ്മിന് കപ്പ് കൊടുക്കാനായിട്ടാണ് ഈ വട്ടത്തെ ബിഗ് ബോസ്, ജാസ്മിൻ ജാഫറിന് ഒരു കപ്പ് എന്നതാണ് പദ്ധതി, അല്ലെങ്കിൽ ജാസ്മിനെ ജയിപ്പിക്കാനാണ് പദ്ധതി എന്നൊക്കെ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വട്ടത്തെ ബിഗ് ബോസ് സീസണിന്റെ ഏര എന്ന് പറയുന്ന ജാസ്മിനായിരുന്നു. അങ്ങനെ ബിഗ് ബോസിന് ജാസ്മിനെ ഗ്ലോറിഫൈ ചെയ്യണമായിരുന്നെങ്കിൽ അവര് ജാസ്മിൻ മറ്റേ മൂക്കി കൈയിട്ടിട്ട് ഇളക്കുന്നതോ അങ്ങനെ തുമ്മുന്നതോ അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ അതൊന്നും കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ ജാസ്മിൻ വൃത്തിയില്ലാതെ ഇരിക്കുന്ന, ജാസ്മിൻ കാല് പൊക്കി വെച്ച് ഇരിക്കുന്ന, അല്ലെങ്കിൽ കാലിന്റെ നഖം വെട്ടുന്നത്, ഇതൊന്നും ബിഗ് ബോസ് കാണിക്കേണ്ട കാര്യമില്ല. അവർക്ക് അത് ഒരിക്കലും ഒരു കോണ്ടന്റേ അല്ല. അവർക്ക് അതുകൊണ്ട് അതവർ വിട്ടിട്ടുണ്ടെങ്കിൽ, അതവർ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ജാസ്മിനെ നെഗറ്റീവ് ആക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ജാസ്മിനെ നെഗറ്റീവ് ആക്കി TRP ഉണ്ടാക്കണം എന്നുള്ള ഒറ്റ കാര്യമുണ്ട്. പിന്നെ ഗബ്രി ആയിട്ടുള്ള റിലേഷൻ, ഇവിടെ പലരും പറയുന്ന ഒരു കാര്യം, ജാസ്മിൻ ജാഫറിന്റെ ഡാഡി ജാഫർക്ക അപ്പം അയച്ച ഒരു കത്ത് അവിടെ വന്നു, ജാഫർക്ക ഫോൺ ചെയ്തു, വാട്ട് എവർ ഇറ്റ് ഈസ് ഈ ജാസ്മിൻ ജാഫറിനെ ഈ ഗബ്രി ആയിട്ടുള്ള റിലേഷൻ പുള്ളിക്കാരിക്ക് നെഗറ്റീവായിട്ടാണ് അഫക്ട് ചെയ്യുന്നതെന്ന് എന്തായാലും ബിഗ് ബോസിന്റെ ക്രൂവിനും വെളിയിൽ നിൽക്കുന്ന എല്ലാവർക്കും, അതേപോലെ ബിഗ് ബോസിന്റെ ഡയറക്ടേഴ്സിനും അറിയാം. അപ്പോൾ അവർക്ക് ജാസ്മിന് ഒരു കപ്പ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജാസ്മിനെ നേരെ വിളിച്ചിട്ട് മോളെ ഈ പരിപാടി അങ്ങ് നിർത്തിയേക്ക്, നീ ജയിക്കാൻ പോകുന്നില്ല, ഈ റിലേഷൻ അങ്ങ് നിർത്തിയേക്ക്, മര്യാദയ്ക്ക് ഒന്നു എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഇവർ രണ്ടുകൂടെ ഒരുമിച്ച് നിൽക്കുന്ന വീഡിയോസ് വെളിവിടാതിരുന്നാൽ പോരെ. ഇവിടെ പലരും പറയുന്നത് ഗബ്രിയെ പുറത്താക്കിയത് ജാസ്മിനെ സേവ് ചെയ്യാനാണെന്നൊക്കെ. ഒരർത്ഥത്തിലുമില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യം പുറത്താക്കിയാൽ പോരായിരുന്നു. ഇവര് ഒരുമിച്ചുള്ള ഒറ്റ വീഡിയോ കാണിക്കാതിരുന്നാൽ പോരായിരുന്നു. ആദ്യത്തെ ആഴ്ച തന്നെ നെഗറ്റീവ് വന്നൊരു കോമ്പോയാ. അത് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, ഇത് കാണുന്ന മൊത്തം ആൾക്കാർക്കും അറിയാം, ഈ ബിഗ് ബോസിന്റെ ക്രൂവിനും അറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയാണ് അവർക്ക് പ്രൊട്ടക്ട് ചെയ്യണമായിരുന്നത്, ജാസ്മിനെ പ്രൊട്ടക്ട് ചെയ്യാമായിരുന്നു. സത്യം പറഞ്ഞാൽ ജാസ്മിനെ വില്ലയാക്കി ചിത്രീകരിച്ച്, വൃത്തിയില്ലാത്തവളായിട്ട് ചിത്രീകരിച്ച്, ജാസ്മിനെ മോശമാക്കി ചിത്രീകരിച്ച്, ജാസ്മിനെ ഒരു വില്ലത്തിയാക്കി കോമാളിയാക്കി ചിത്രീകരിച്ച്, അല്ലെങ്കിൽ ഈ കഥയിലെ ഏറ്റവും മോശപ്പെട്ട ആളായിട്ട് ചിത്രീകരിച്ച് വിറ്റു തിന്നു എന്നുള്ളതാണ്. ജാസ്മിൻ ആയിരുന്നു ഈ ഷോയുടെ കോണ്ടന്റ് എന്ന് പറയുന്നത് ഒരു സംശയമില്ല. ജാസ്മിൻ അടിപൊളി പ്ലെയർ ആയിരുന്നു എന്ന് പറയുന്നത് സംശയമില്ല. പക്ഷെ ജാസ്മിനെ ഒരു തരത്തിലും ബിഗ് ബോസ് പ്രൊട്ടക്ട് ചെയ്തിട്ടില്ല. ഈ സീസണിൽ ഒരാൾ വേട്ടയാടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ സീസണിൽ ഒരാൾ ഇരയാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ജാസ്മിൻ ആണ് എന്നുള്ളതാണ് സത്യം. അതിപ്പം നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞു. ഞാൻ ഇപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഇപ്പോഴല്ല മനസ്സിലാക്കാൻ പോകുന്നത്, ഒരു 2-3 സീസൺ കഴിയുമ്പോൾ ഈ സീസൺ ഓർക്കാൻ പോകുന്നത്
ജാസ്മിന്റെ പേരിലായിരിക്കും. ഞാൻ ജാസ്മിന് ഒറ്റ വോട്ട് പോലും കൊടുത്തിട്ടില്ല. ജാസ്മിനെ ഇനീഷ്യൽ ഫേസിൽ ട്രോൾ ചെയ്ത, ജാസ്മിനെ ക്രോസിച്ച ആൾക്കാരിൽ ഒരാളെന്നൊക്കെ വേണേൽ പറയാം. സ്റ്റിൽ ജാസ്മിൻ ആയിരുന്നു ഈ സീസൺ റൺ ചെയ്ത ആള്. അതേപോലെ ജാസ്മിന്റെ സ്ഥാനത്ത് ഒരാണായിരുന്നെങ്കിൽ, ജാസ്മിൻ കളിച്ച ഓൾമോസ്റ്റ് സെയിം ഗെയിം കളിച്ച ആണുങ്ങൾ ഈ ഷോയിൽ പങ്കെടുത്തിട്ടുണ്ട്, അവരൊക്കെ രായാക്കന്മാരായിരുന്നു. ജാസ്മിൻ രായാവല്ല, രാജ്ഞി ആകാതെ പോയതിന്റെ ഒറ്റ കാര്യമുള്ളൂ, ഈ ഒരു സ്ത്രീയായി പോയി എന്നുള്ളതാണ്. അല്ലെങ്കിൽ ജാസ്മിൻ സൂപ്പർ ഹീറോ ആയിരുന്നു. ജാസ്മിൻ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പം അങ്ങ് ആൾക്കാർ സ്വീകരിച്ചേനെ. ഈ ഷോ കൊണ്ട് ജാസ്മിന് നഷ്ടം മാത്രമേ ഉള്ളൂ. ബട്ട് അവരന്യ കഴിവുള്ള ഒരു സ്ത്രീയാണ്. അവരിതിനെ എല്ലാം ഓവർകം ചെയ്ത് തിരിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ജാസ്മിൻ ബിഗ് ബോസ് കണ്ട ചരിത്രത്തിലെ ഏറ്റവും മികച്ച സ്ത്രീ മത്സരാർത്ഥി എന്നൊക്കെ പറയാവുന്ന, അല്ലെങ്കിൽ രജിത് കുമാറിനോടും റിയ സലീമിനോടും അല്ലെങ്കിൽ റോബിൻ രാധാകൃഷ്ണനോടും അഖിൽ മാരാരോടും സാബുമോൻ അബ്ദുൽ സമദിനോടും ഒക്കെ ഡേഞ്ചറസ് ഫിറോസ് ഖാനോടും ഒക്കെ കിടപിടിക്കാവുന്ന ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്ലേയേഴ്സിൽ ഒരാളായിട്ട് കാലം ജാസ്മിനെ അടയാളപ്പെടുത്തും.